ഇൻഷാ അല്ലാ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ആ പൊന്നുമോളുടെ പ്രവൃത്തി നിങ്ങളുടെ കൽബിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ലൈക്കും ആമീൻ എന്നൊരു കമൻറ്റും ഷെയറും ഈ പൊന്നുമോൾക്കാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ പരിശുദ്ധമായ റമദാനിൽ ഒരു UKGയിൽ പഠിക്കുന്ന ഏകദേശം 5 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ, വീടോ മാതാപിതാക്കളോ സ്ഥലവോ ആ പൊന്നുമോളുടെ പേര് പോലും എനിക്കറിയില്ല, പക്ഷേ അവൾ നോമ്പുകാരിയാണ്. തൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളായ കൂട്ടുകാരെല്ലാം ഉച്ചഭക്ഷണം കഴിക്കുമ്പോഴും ആ മകൾ നോമ്പുകാരിയായി തന്നെ തുടർന്നു. അവൾക്ക് വേണേൽ ഭക്ഷണം കഴിക്കാമായിരുന്നു. നോമ്പ് പിടിക്കാൻ നിർബന്ധിക്കാൻ പോലും പ്രായമില്ല. 7 വയസ്സ് വേണം നോമ്പ് പിടിക്കാൻ നിർബന്ധിക്കാൻ. 10 വയസ്സ് മുതൽ കർശനമായി നമുക്ക് തീരുമാനമെടുപ്പിക്കണം. പക്ഷെ അതിനുള്ള പ്രായമൊന്നും ആ പൊന്നിനായിട്ടില്ല. എന്നിട്ട് പോലും ആ മുത്തുമണി ആ രൂപത്തിൽ പ്രവർത്തിച്ചെങ്കിൽ അള്ളാഹു താല ആ പൊന്നുമോളെ സ്വീകരിക്കട്ടെ. അവൾക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കൾക്ക് അള്ളാഹു താല ഇരുലോക വിജയം നൽകട്ടെ. നമ്മുടെ മക്കൾ എത്ര പേർ ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ നോമ്പെടുക്കുന്നവരുണ്ടാകും? എത്ര പേർ അത് പൂർത്തീകരിക്കുന്നുണ്ട്? അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ദീനിയായിട്ട് ജീവിക്കാനും വളരാനും തൗഫീക്ക് നൽകട്ടെ. പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള എത്രയോ പേരാണ് ഇക്കാലത്ത് നോമ്പെടുക്കാത്തവർ നമുക്കിടയിൽ. അവർക്കിടയിലാണ് ആ കുഞ്ഞു മകൾ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ റമദാൻ ആരംഭിച്ചത് മുതൽ ഒരുപാട് പേരുടെ റീൽസ് കണ്ടു നോമ്പിനെ കളിയാക്കിക്കൊണ്ട്. അതായത് നോമ്പ് കാലത്ത് പകൽ ഭക്ഷണം കഴിക്കുന്ന ചില വീഡിയോസ്. പ്രിയമുള്ളവരെ, തമാശയാണെങ്കിലും പരിശുദ്ധ റമദാനെ ആക്ഷേപിക്കരുത്. അള്ളാഹുവിൻ്റെ ശാപത്തിന് ചിലപ്പോൾ അതിരയാകും, അടുത്ത ഹറാമായി മാറും. ചിലർക്ക് ഹൈലോ നിഫാസോ കൊണ്ട് നോമ്പെടുക്കാൻ പറ്റാത്തവരുണ്ടാകും. രോഗം കൊണ്ട് നോമ്പ് ഉപയോഗിച്ചവരുണ്ടാകും. അവർക്ക് ഭക്ഷണം കഴിക്കൽ ചിലപ്പോൾ അനിവാര്യമാകും. അവർക്ക് ഭക്ഷണം കഴിക്കാം, പക്ഷേ അത് പരസ്യമായി പബ്ലിക്കായി നോമ്പിൻ്റെ മഹത്വത്തെ കളയുന്ന രൂപത്തിൽ ആവാൻ പാടില്ല. ഒരാൾ നോമ്പ് മറന്നുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ളവർ പകൽ സമയങ്ങൾ നോമ്പുകാരായി തന്നെ ഇരിക്കൽ നിർബന്ധമാണ്. ഞാൻ നിയത്ത് നോക്കാൻ മറന്നുപോയി, എനിക്ക് നോമ്പില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അവർ നോമ്പുകാരായി തന്നെ ഇരിക്കണം. പിന്നെ ഒരു നോമ്പ് ഖളാ വീട്ടുകയും വേണം. അത് ആ നോമ്പിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ്. കളിയാക്കലൊക്കെ ഒരല്പം ഒന്ന് കുറയ്ക്കണം. എപ്പോഴാണ് അള്ളാഹിൻ്റെ പരീക്ഷ ഇറങ്ങാൻ നമുക്കറിയില്ല. ഒരു പല്ലുവേദന മതി എല്ലാ സന്തോഷങ്ങളും മാറി കണ്ണുനീര് നിറയാൻ. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആ മകൾ നമുക്കെല്ലാവർക്കും മാതൃകയാണ്. വളർത്തു ഗുണത്തിൻ്റെ മഹത്വം ഇതാണ്. ആ കുടുംബത്തെ കണ്ടിട്ടായിരിക്കും ആ മകൾ എന്തായാലും ഈ രൂപത്തിലായത്. മാതാപിതാക്കൾക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്.